നമസ്കാരം. മനുഷ്യരുടെ ഇടയിൽ വളരെ വിചിത്രമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാറുണ്ട്. അല്ലാണ്ട് ഒരു ഭാര്യയും ഭർത്താവ് മാത്രമല്ല കളിയല്ല ലോകത്തുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് വെറൈറ്റി സംഭവങ്ങൾ എൻ്റെ അടുത്ത് കുറേ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ആൻറ്റിനെ ഞാൻ കളിച്ച സംഭവമാണ്. ആൻറ്റിയും അങ്കിളും, ആൻറ്റിനെ കെട്ടിക്കൊണ്ടുവന്നതാണ്. അങ്കിള് ഇവിടെ കർണാടകത്തിലെ കൊടകിൽ ഓറഞ്ച് തോട്ടമുണ്ടായത്. അയാളവിടെ വലിയൊരു സെറ്റപ്പാണ്, അവിടെ സെറ്റിൽഡാണ് ഫൈനാൻഷ്യലായിട്ടൊക്കെ. അയാൾക്ക് തോക്കിൻ്റെ ലൈസൻസ് ഉണ്ട്. കാരണം അവിടെ കുരങ്ങളെ പഠിക്കാനൊക്കെ അവിടെ അന്ന് ലൈസൻസൊക്കെ പെട്ടെന്ന് കിട്ടും. ഇയാൾ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളുടെ അങ്കിള് ഇങ്ങോട്ട് വരുള്ളൂ. വന്നാൽ എല്ലാവർക്കും നല്ല കോളാണ്. അയാൾ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ആൻറ്റീൻ്റെ വരവിൻ്റെ ഉദ്ദേശം അവർക്ക് പാലായിൽ കുറച്ച് തറവാട്ടിൽ കുറച്ച് റബ്ബർ തോട്ടമൊക്കെ തന്ത എഴുതി കൊടുത്ത്, പിന്നെ വീട് വെക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു വീട് വെക്കണം. പൈസ ഉണ്ട് ഇവരുടെ അടുത്ത്. പിന്നെ കർണാടകത്തിലെ ഓറഞ്ച് തോട്ടം വിറ്റിട്ട് ഇവിടെ സെറ്റാവണം. അപ്പോൾ അങ്കിളിന് അവിടെ നിന്ന് ഇട്ട് പോരാൻ പറ്റില്ല. ആൻറ്റി ഇങ്ങോട്ട് പോന്നേക്കുക. വീട് പണിയൊക്കെ നല്ല മേസ്ത്രിമാരെയൊക്കെ ഏൽപ്പിച്ചേക്കാണ്. പണം അവർ ചോദിക്കുമ്പോൾ കൊടുക്കണം. അപ്പോൾ ഈ വീട് പണി കഴിയുന്നവരെ ആൻറ്റി പോകില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം, നിന്നെ ഞാൻ മോശമാക്കില്ല, നിനക്ക് പൈസയൊക്കെ ഞാൻ തരാം, നീ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും ധൈര്യം. അത് ഇവരൊരു സെക്കൻഡ് ഹാൻഡ് കാറും എടുത്ത്, അംബാസഡർ. അന്ന് അംബാസഡറും ഫിയറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ, ഈ കാറിന് വലിയ ഓട്ടമൊന്നുമില്ല. ഈ വീട് പണി നടക്കുന്ന സൈറ്റിൽ പോകണം. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് വരും. പിന്നെ ബ്രാൻഡി വാങ്ങാൻ പോകണം, മാർക്കറ്റിൽ ഇറച്ചി മീൻ വാങ്ങണം. അതായത് അടിപൊളി ഫുഡല്ലാണ്ട് ഇവർ കഴിക്കില്ല. പോർക്ക്, പോത്ത്, ആട് ഒക്കെ തിന്നും. അപ്പോൾ ഒരു ദിവസം ഇവരെന്നോട് പറയണേ, ഇവർ വെള്ളം അടിക്കും. വെള്ളം അടിക്കുന്ന കൂതറ സാധനം ഒന്നല്ല. ഈ ബിസ്ക്കറ്റ് ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞ സംഭവം അതൊന്നും ഇന്നില്ല. അന്നത്തെ ബ്രാൻഡിയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ഇന്നത്തെ പോലെ കൂതറ മണമൊന്നുമല്ല. ഇപ്പോൾ ഒരു ദിവസം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞേ, എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ഒന്നും തെറ്റിദ്ധരിക്കരുത്, എനിക്കൊരു കമ്പനി ഒപ്പിച്ച് തരുമോ ചോദിച്ചു. എന്ത് കമ്പനി ചോദിച്ചു? എന്തിനുള്ള ചോദിച്ചു? എല്ലാ റിലേഷൻഷിപ്പും വേണ്ടി വരും. നീ വോളിബോൾ കളിക്കാൻ പോകില്ല, ആ കൂട്ടത്തിൽ ആരെങ്കിലും നല്ലൊരു സാധനം സെറ്റാക്കി തരും വെച്ച്. ഞാൻ പറഞ്ഞ, ആൻറ്റി അവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റൂല, രഹസ്യം സൂക്ഷിക്കാൻ അറിയാൻ പാടുള്ള ആൾക്കാരാണ്. ഒരുത്തന് കൊടുത്താൽ പിന്നെ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളുടെ അങ്കിള് നല്ലവണ്ണം ഇതൊക്കെ ചെയ്യണല്ലേ നിങ്ങളെ. നീ ഒന്ന് പോയ, അയാൾക്ക് മീശ മാത്രമേ ഉള്ളൂ. ബെഡ്റൂമിൽ അയാൾക്ക് ഒരു കഴിവില്ല, കുറേ കാലമായി. പിന്നെ കൊടകിൽ എനിക്കങ്ങനെ കൊടുക്കാനും പറ്റില്ല. കാരണം അവിടുത്തെ ആൾക്കാരും വേറെ ഭാഷയും അന്യനാടുമല്ല. അപ്പോൾ ധൈര്യമില്ല. ഞാനതുകൊണ്ടാണ് ഇങ്ങോട്ട് എസ്കേപ്പ് ആയത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ മതിയോ? 100% വിശ്വസിക്കാം. നീ അതിന് ചെറിയ ചെക്കനല്ലേ, ചെറിയ ചെക്കനാണോ അല്ലെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് നിങ്ങളൊരു സുന്ദരിയായ പെണ്ണ് മാത്രം. നിങ്ങളെ ഞാൻ ചെറുപ്പം മുതലേ കണ്ട് വളർന്നിട്ടില്ല. നിങ്ങൾ അന്യനാട്ടിലാണ്, നമ്മൾ തമ്മിൽ രക്തബന്ധമില്ല. എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ നിങ്ങൾക്ക് സുഖിക്കല്ലേ വേണ്ടത്, അത് ഞാൻ ഏറ്റുകയാണ്. അങ്ങനെ ഇവർ എന്നാൽ നമുക്ക് മോളിൽ പോകാൻ പറഞ്ഞു. മുകളിൽ റൂമിൽ പോയിട്ട് ഇവരെ ഞാൻ കിസ്സൊക്കെ ചെയ്ത്. എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, ഷഡ്ഡി മാത്രം ഇട്ട് കുറച്ച് നേരം കട്ടിൽ കിടത്തി ഞാൻ കാണും. അങ്ങനെ കണ്ട് അത് കഴിഞ്ഞ് അതൊക്കെ ഊരി നാവും കൊണ്ടൊക്കെ നല്ലോണം അവരെ സുഖിപ്പിച്ച്. അന്ന് രാത്രിയും പകലൊക്കെ ആയിട്ട് 2-3 കളി കളിച്ച്. തന്ത ഇപ്പോഴും ഉണ്ട്. തന്തക്ക് ഒരു 65 അന്നുണ്ട്, 65 വയസ്സൊക്കെ ഉണ്ട്. നല്ല കൂറ്റിയറപ്പുള്ളൊരു മുതലാണ്, നല്ല ആരോഗ്യമാണ്. അയാൾക്കൊരു 55 വയസ്സേ തോന്നുള്ളൂ. ഷർട്ട് ഇടൂല, കഴുത്തിൽ 5 പവൻ്റെ മാല, പിണ്ടി മാല, കുരിശ്, തോളത്തൊരു തോർത്തിടും. റോട്ടിലൊക്കെ പോകുമ്പോൾ തോർത്തിടുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ആങ്ങളുണ്ട്.
ആങ്ങൾക്ക് റബ്ബർ മൊത്ത വ്യാപാരം. ഈ കർഷകരോടൊക്കെ എടുത്തിട്ട് അത് ഷീറ്റൊക്കെ എടുത്ത് കയറ്റി വിടുക. റിച്ച് ഫാമിലിയാണ്. പിന്നെ ഇവൾക്കൊരു ചേച്ചിയുണ്ട്, അവൾ US-ലാണ്, അമേരിക്കയിലാണ്. അപ്പോൾ കളിയൊക്കെ നല്ലോണം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ ചരിത്രം എന്നോട് പറയാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു കഥാപാത്രമുണ്ട്, അപ്പൂസ് എന്ന് പറയാം. അപ്പു അയാൾക്കൊരു 30 വയസ്സൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉണ്ടാവും, 35 ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ അയാൾക്ക് 25-22 വയസ്സുള്ളൂ. അപ്പോൾ സംഭവം എന്താണ്, ഇവരെ പറമ്പിൻ്റെ നടുവിലൊരു ഷെഡുണ്ട്. അവിടെ കുറേ സാധനങ്ങളൊക്കെ, പണിയായുധങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുക. ചിലപ്പോൾ റബ്ബർ ഷീറ്റൊക്കെ കുറേ അവിടെ വെക്കും. അവിടെ ഒരു കട്ടിലും കസേരയൊക്കെ ഉണ്ട്. ഈ തന്തപ്പടിക്ക് 2 അടിക്കാനും ഏതെങ്കിലും പണിക്കാരത്തിലൊക്കെ കിട്ടിയാൽ സെറ്റാക്കാനൊക്കെ ഉള്ളതാണ് സംഭവം. അങ്ങനെ ഇത് പണിതിട്ടേക്കണം. അപ്പോൾ ഒരു ദിവസം ഈ ആൻറ്റി അങ്ങോട്ട് ചെല്ലുമ്പോൾ ചേച്ചിനെ കാണാമല്ലോ. അപ്പോൾ ചെല്ലുമ്പോൾ എന്താ, ഈ ഇവളുടെ ചേച്ചി ഡ്രസ്സൊക്കെ പൊന്തിച്ച് വെച്ചിട്ട് കസേര മരിക്കാൻ ഒരു കാല് കട്ടിലിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കുക. അപ്പോൾ അടിയിലിരുന്ന് ഇത് ടങ്ക് നാവ് ഉപയോഗിച്ച് ഇതാക്കി കൊടുക്കുക. കള്ളും കുപ്പി ഉണ്ടിരിക്കണം, ചെത്തുകൾ. ഇവരുടെ വീട്ടിൽ ബ്രാൻഡി ഉണ്ടാവും. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ചെത്തുകൾ കൊണ്ടുവച്ചതാണ് ചേച്ചി. അതായത് അന്നൊക്കെ നല്ല കള്ളേ കിട്ടുള്ളൂ. ഇന്നൊക്കെ ഈ പൊടി കലക്കിയ അനമയക്കിയൊക്കെ അല്ലേ, അന്ന് നല്ല കള്ള. അപ്പോൾ പകുതിയിലേറെ കുടിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ കുറച്ചുണ്ട്. അപ്പൂനെ നിലത്തിരുത്തിയിട്ട് ഇവള് ചെയ്യിപ്പിക്കാം. ഇവള് കുറേ നേരം ലൈവ് കണ്ട് പിന്നെ അവരുടെ ഇത് രസം കളയണ്ടെന്ന് കരുതി ഇവള് പോയി. പക്ഷെ ഇവൾക്ക് അപ്പം തുടങ്ങിയ തരിപ്പ്, എങ്ങനെയെങ്കിലും അഫൂസിനെ കൊണ്ട് തീറ്റിപ്പിക്കണമെന്ന് ഇവൾക്കുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അപ്പൂസിനോട് പറഞ്ഞു, അപ്പോൾ നീ ഒരു കുപ്പി കള്ള് പോയി കൊണ്ടുവരിക, ഷെഡിക്കും കൊണ്ടുവന്നാൽ മതി പറഞ്ഞു. പൈസ കൊടുത്ത് ഷെഡിൽ പോയി ഇവളിരുന്നപ്പോൾ തുണി സഞ്ചിയിൽ കുപ്പി ആയിട്ട് വന്ന് ക്ലാസ്സൊക്കെ അവിടെ സ്റ്റോക്കാം. ഇവളിങ്ങനെ അടിച്ചിട്ട് കാലെടുത്ത് കട്ടിൽമേക്ക് വെച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അപ്പു അവിടെ ഇങ്ങനെ നിൽക്കുക. നീ എന്താ അങ്ങനെ നിൽക്കണേ വെച്ചാൽ ഇവള് മെല്ലെ കാലിൻ്റെ മുകളിൽ കൂടി ഡ്രസ്സ് അരൻ്റെ ഭാഗം വരെ ഇങ്ങനെ മുകൾക്ക് ചെറുത്ത് കയറ്റി വെച്ച് ഷഡ്ഡി ഇങ്ങനെ കാണാം. അപ്പോൾ ഇങ്ങനെ നോക്കുക. നീ എന്താ കാണാത്ത പോലെ നോക്കണത്? നിനക്ക് ഞാൻ ഒറിജിനൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇവള് വെള്ളം അടിച്ചിട്ടില്ലേ ഷഡ്ഡി ഊരി. എന്നിട്ട് ഇവള് വീണ്ടും കാലെടുത്ത് മുകളിൽ വെച്ച് അവിടെ ഇരിക്കുക. എന്നിട്ട് ഇവനോട് പറഞ്ഞു അവിടെ വന്ന് ഇരിക്കുക പറഞ്ഞു. നീ ഇന്നലെ ചേച്ചനെ ചെയ്യണ ഞാൻ കണ്ട്, എനിക്കും അതേപോലെ ചെയ്തു കൊണ്ടടാണ്. അപ്പം പിന്നെ ഇവനൊന്നും പറയാനില്ലല്ലോ. നീ പുണ്യാളൊന്നും വേണ്ട, വന്ന് എനിക്കും ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഇവൻ കുറേ നേരം ചെയ്യുന്നപ്പോൾ ഇവൾക്ക് നല്ല ത്രില്ലായി. ഇവനെ കൊണ്ട് കളിപ്പിക്കാൻ വേണ്ടി ഇവനെ പിടിച്ച് ഉയർത്തി അവൻ്റെ സാധനം പിടിച്ച് നോക്കുമ്പോൾ ഒരു വിരലിൻ്റെ അത്രേ ഉള്ളൂ, അതും പൊങ്ങണില്ല. പിന്നെ രണ്ടാമത് നാക്കും കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യിച്ച് ചോദിച്ചു ഇവള്, നീ ചേച്ചനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്രയായി ചോദിച്ച്. കുറേ കാലമായി എന്ന് പറഞ്ഞു. അവളിപ്പോൾ അമേരിക്കയിൽ ആണ്, സെറ്റിൽഡാണ്. സായിപ്പുമാർക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ടാവും. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ അപ്പു ആ വീട്ടിലെ എല്ലാ കാര്യത്തിനും ഒരു മേൽനോട്ടക്കാരനാണ്. അവൻ്റെ അമ്മ വീട്ടിലടിച്ച് വരണ, അടുക്കളയിലെ ഹെൽപ്പർ. അപ്പൂനൊക്കെ ശമ്പളമാണ്, ദിവസക്കൂലിയല്ല. അങ്ങനെ ഈ തന്ത അപ്പൂനൊക്കെ കുറച്ച് സ്ഥലം കൊടുത്ത്, ഒരു 10 സെൻറ്റോളം കൊടുത്ത് ചെറിയൊരു വീടുണ്ടാക്കി കൊടുത്ത്, ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ. ഇനി നമുക്ക് ഇവനൊന്ന് പെണ്ണ് കെട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയൊക്കെ പറഞ്ഞ് കോട്ടയം ഭാഗത്ത് നിന്ന് നല്ലൊരു പെണ്ണിനെ സെലക്ട് ചെയ്തു. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു സുന്ദരി പെണ്ണ് അത്യാവശ്യം കാമവികാരമുള്ള പെണ്ണാണ്. ഈ പെണ്ണ് 2 കുട്ടികളെ പ്രസവിച്ച്. അപ്പോൾ ഈ ആൻറ്റി എന്നോട് പറഞ്ഞേ, അതെന്താ തന്തപ്പടീൻ്റെ പണി തന്നെ ആയിരിക്കും. കാരണം അവൻ്റെ സാധനം പൊങ്ങൂല, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാകുക. അപ്പോൾ ഇവൻ്റെ സാധനം പൊങ്ങൂല എന്ന് ഇവൾക്കും ചേച്ചിക്കും എല്ലാം അറിയുള്ളൂ, നാട്ടുകാർക്ക് അറിയില്ലല്ലോ.
തന്തപ്പടി അപ്പം തന്ത പറഞ്ഞേ ഈ അമ്മനോട് പറഞ്ഞു നിങ്ങൾ ഇനി വിശ്രമിക്കുക, മരുവൾ വന്നോട്ടെ പണിക്ക് പറഞ്ഞു. അമ്മക്കൊരു വിശ്രമമായി. മരുവൾ അവിടെ പണിക്ക് പോലും തുടങ്ങിയപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തായാലും ചെറിയ പണിയൊക്കെ എടുത്താൽ മതി. പിന്നെ ഏത് നേരം ഇയാളുടെ മുറിയൊക്കെ തുടച്ച് നന്നാക്കുക, മേശ പുറം വൃത്തിയാക്കുക. ഈ തന്ത വരെ കാര്യം പറഞ്ഞ് ഇവനെ ടൗണിലേക്ക് വിടും. അവൻ പിന്നെ വരുമ്പോൾ കുറേ നേരം ആകുമല്ലോ. അങ്ങനെ തന്ത ഒപ്പിച്ചതാണ് ആ കുട്ടികളെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ശരിയായിരിക്കും. ആ പെണ്ണിനെ ഞാൻ കണ്ട്, നല്ല ബ്യൂട്ടി ഉള്ള പെണ്ണാണ്. ആ പെണ്ണിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, നല്ല കാമുവികാരമുള്ള പെണ്ണാണ്. ആ പെണ്ണിന് ആ തന്തൻ്റെ പോലത്തെ കുറ്റിയുറപ്പുള്ള ആൾ തന്നെ കളിച്ചു കൊടുക്കണം. അപ്പൂനെ കൊണ്ട് പറഞ്ഞു കേട്ടോടത്തോളം കൂട്ടിയാൽ കൂടില്ല. അതാ പറഞ്ഞത്, മനുഷ്യബന്ധങ്ങളൊക്കെ വളരെ വളരെ വിചിത്രമാണ്. പിന്നെ ഈ ആൻറ്റീൻ്റെ അമ്മേൻ്റെ ആങ്ങളെ കളിച്ചിട്ടുണ്ട്. അതായത് രണ്ടെണ്ണം അടിച്ച് കളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഭാര്യയൊന്നും അല്ലല്ലോ, ആ ഒളിയും വരാൻ അങ്ങോട്ട് പോയി. പിന്നെ അവളുടെ ലൈംഗിക അനുഭവങ്ങളൊക്കെ എന്നോട് പറയൽ തുടങ്ങി. കുറേ കാലം ഞാനവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്കിള് അതൊക്കെ സെറ്റാക്കി അവിടത്തേക്ക് വിറ്റ് ഇവിടെ കുറച്ച് റബ്ബറും കൂടിയൊക്കെ വാങ്ങി അയാൾ ഇങ്ങോട്ട് വന്നു. ആക്കി കോംപ്രമൈസ് മാത്രമല്ലേ ഉള്ളൂ. നല്ല ആ ആൻറ്റികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വിയർപ്പിന് വരെ ഒരു താമര പൂവിൻ്റെ ഗന്ധം. അവരെ കണ്ടാൽ നോക്കി നിന്ന് പോകും, അത്ര ബ്യൂട്ടി. അവരൊക്കെ സാരി ഉടുത്ത് വരണ കാണാം, ബേക്കും ഒക്കെ. ഏത് എണീക്കാത്തവൻ്റെ എണീക്കും അതിനൊക്കെ കണ്ടാൽ. അപ്പൂസ് രണ്ടിൻ്റെ ഇത് തേൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.